നിങ്ങളെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമല്ലേ വെള്ളിയാഴ്ച? അതേ ദിവസമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു ഭയങ്കര പ്രത്യേകത. അപ്പൊ ഈ കാവിന്റെ മെയിൻ കവാടം ആ കാണുന്നതാണ്. അതിന്റെ അവിടുന്ന് എത്ര അടി നടക്കാണ്ടാവും നമ്മളെ ജുമാ മസ്ജിദ്? വെള്ളിയാഴ്ചയാണ് കോഴിക്കളാട്ടം നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ്. ആ വെള്ളിയാഴ്ച ഞങ്ങൾ മുസ്ലിംസിനെ ജുമ ഉള്ള ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ഇവിടെ കളയാട്ടം നടക്കുന്നുണ്ട്. ഒരു വർഷം പോലെ അവിടെ ജുമ തടസ്സപ്പെട്ടിട്ടില്ലല്ലോ, ഇന്ന് വരെ പെട്ടിട്ട്. അതാണ് ഈ നാടിന്റെ വലിയ പ്രത്യേകത കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഞങ്ങളുടെ നാടിനെ കുറിച്ചും ഞങ്ങളുടെ നാട്ടുകാരെ കുറിച്ചും ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിനെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും അതിന്റെ പ്രത്യേക മറ്റുള്ള ലോകത്ത് എവിടെയില്ലാത്ത കുറെ ചടങ്ങുകളെ കുറിച്ചും ഭയങ്കര വൈവിധ്യമാർന്ന ചടങ്ങുകളെ കുറിച്ചൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഇനി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. കളിയാട്ടത്തിനെ കുറിച്ച് അറിയാനും ഞങ്ങളുടെ നാടിനെ കുറിച്ച് അറിയാനും അതിന്റെ പ്രത്യേകതയെ കുറിച്ച് അറിയാനും അതിന്റെ ചടങ്ങുകളെ കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ എന്തായിട്ടും ഉണ്ടാകും. പിന്നെ ഞാൻ ഇത്ര ധൈര്യത്തിലും ഇത്ര കോൺഫിഡൻസിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ടേ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു മതത്തിൽ ഇപ്പൊ ഞാനൊരു മുസ്ലിമായ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഞങ്ങളുടെ നാടൊരു എത്ര വലിയ സംഭവമാണ് ഞങ്ങളുടെ നാട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. വീഡിയോസിൽ ഞാൻ കാണിക്കാം. കാരണം ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു തന്നതും ഇവിടുത്തെ നാട്ടുകാരിൽ നിന്നും ഈ അമ്പലത്തിന്റെ നടത്തിപ്പുകാരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളും കണ്ടതും അറിഞ്ഞതും കേട്ടതും വിശ്വസിക്കാൻ പറ്റുന്നതും വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടോ വീഡിയോസിൽ. അപ്പൊ കണ്ടിട്ട് അഭിപ്രായം കമന്റ് ചെയ്യുക. കാരണം ചിലർക്കൊക്കെ എന്താ പറയാ ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടുണ്ടാവും ഓരോ കാര്യങ്ങള്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. കളിയാട്ടം എന്ന് പറഞ്ഞാൽ ഒരു കളിയാട്ടക്കാവ് ഒരു ക്ഷേത്ര പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ഉത്സവമാണെങ്കിൽ കൂടി വൻ ജനപങ്കാളിത്തത്തോടെ നടക്കുന്ന ഒരു ഉത്സവമാണ് കളിയാട്ടം. കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ ഇത്രയും നല്ല ജനപങ്കാളിത്തത്തോടു കൂടി എല്ലാ മതക്കാരും ഞങ്ങളുടെ പരിപാടി എന്നുള്ള രീതിയിൽ നടത്തുന്ന ഒരു സംഭവമാണ് ഈ കളിയാട്ടം. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്നതുകൊണ്ട് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഞങ്ങൾക്കൊക്കെ കളിയാട്ടം എന്ന് പറഞ്ഞാൽ മെയ് മാസം ആയാലാ ഏപ്രിൽ കഴിഞ്ഞാൽ അടുത്ത മാസം കളിയാട്ടമാണ്, അല്ലെങ്കിൽ മെയ് മാസം ആയാലും മെയ് മാസമായി കളിയാട്ടം കാപ്പൊലിച്ച് പറഞ്ഞാല് ചെറുപ്പത്തില് ചെറിയ പ്രായത്തിലൊക്കെ കളിയാട്ടം കാപ്പൊലിച്ച് പറഞ്ഞാൽ എന്തായിരുന്നു കുറേ പടക്കണ പൊട്ടനാണ് കളിയാട്ടം കാപ്പൊലിച്ചു. പക്ഷെ ഇപ്പോഴാണ് ഇവിടെ വന്ന് ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് കളിയാട്ടം എന്താണെന്നും അതിന്റെ ചടങ്ങുകൾ എന്താണെന്നും അതിന്റെ പശ്ചാത്തലം അതിന്റെ ഐതിഹ്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാനും പറയാനും പറ്റും. അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ ഉൾപ്പെടുത്താട്ടോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യണമെന്നാണ്. ഇപ്പൊ ഞാൻ മുസ്ലിമാണ്. ഞങ്ങളെ മതത്തിലും പഠിപ്പിച്ചിട്ടുള്ളതിന് എവറി റിലീജിയൻ ഏതൊരു മതത്തിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഈ രാജ്യത്തെ ഏത് മതക്കാർക്കും അവരവരുടെ ചടങ്ങുകളും അവരവരുടെ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠിക്കാനും അത് ആഘോഷിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ നിൽക്കണമൊക്കെ ഈ ക്ഷേത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഇതിന്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ നടത്തിപ്പുകാരുടെ അതായത് ഇവിടുത്തെ എന്താ പറയാ ഈ ഒരു ക്ഷേത്രം നടത്തുന്ന ആൾക്കാരുടെ ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതും ഈ വീഡിയോ എടുക്കുന്നതും. ഇതിനെ സംബന്ധിച്ച് ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നതും അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന സ്ഥലത്ത് പോയ ഇന്ന ആൾക്കാരെ കാണാം, ആ സ്ഥലത്ത് പോയ അവരെ കുറിച്ച് അറിയാം, അവരെ കുറിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാളും കൂടുതൽ മറ്റാൾക്കാർക്കാണ് അറിയാം അവരെ സ്ഥലം എവിടെയാണെന്നും അവരുടെ ഡീറ്റെയിൽസ് അവരെ പേര് വീട്ടുപേര് ഈ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരാണ് കേട്ടോ. അപ്പൊ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടാണ് ഞങ്ങളുടെ നാട്. ആ നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും ഈ നാട്ടിൽ നടക്കുന്ന നല്ലൊരു ഉത്സവത്തിനെ കുറിച്ചാണ് നമ്മളെ വീഡിയോസിലുള്ളത്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കളിയാട്ടം കാണാൻ ആഗ്രഹമുള്ളവർക്ക് വരാൻ റെഡി ആയിക്കോളൂ കേട്ടോ. ഈ മാസം ലാസ്റ്റത്തെ വെള്ളിയാഴ്ച അതായത് മെയ് 30 കേട്ടോ കളിയാട്ടം നടക്കാൻ വേണ്ടിയിട്ട് പോണത്.